നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ഗവൺമെൻറ്റിന് എങ്ങനെ ദേശീയ കടബാധ്യത കുറച്ച് ഇന്ത്യക്ക് എങ്ങനെ ഒരു എക്കണോമിക് സൂപ്പർ പവറായി മാറാൻ കഴിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇന്ത്യയെ പോലെയുള്ള ഒരു വലിയ രാജ്യത്തിന് കടം എന്നതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. അത് വികസനത്തിനായി ഉപയോഗിക്കണം. അത് വികസനത്തിനായി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണെന്ന കാര്യം ഭരണാധികാരികൾ മനസ്സിലാക്കണം. എന്നാൽ കടം വർദ്ധിച്ചാൽ, കടം നിയന്ത്രണം വിട്ടാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കും. അതുകൊണ്ട് ഇന്ത്യ കടം സ്ഥിരതയോടെ നിയന്ത്രിക്കണം. താങ്കൾക്ക് ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ വിശദമായ പഠനങ്ങളോ ആസൂത്രണങ്ങളോ നടത്താതെ ദീർഘവീക്ഷണത്തോടെ അല്ലാതെ സർവ്വജനങ്ങൾക്കും പുരോഗതി കൈവരിക്കണം, രാജ്യം ഒരു എക്കണോമിക് സൂപ്പർ പവറായി മാറണം എന്ന ചിന്തയോടെ വേണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കേണ്ടത്. അതിന് യഥാർത്ഥമായ ഇന്ത്യയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരം കാണുകയും ചെയ്യണം. ഇന്ത്യയുടെ പ്രധാന വെല്ലുവിളികൾ: വലിയ ഒരു ജനസംഖ്യ നമുക്കുണ്ട്. അടിസ്ഥാന സൗകര്യ ചിലവുകൾ വളരെയേറെയാണ്. സബ്സിഡികൾ വളരെയേറെയാണ്. സംസ്ഥാനങ്ങളുടെ കടം വളരെയേറെയാണ്. നാം ഇറക്കുമതിയെയാണ് വളരെയധികം ആശ്രയിക്കുന്നത്, പ്രത്യേകിച്ച് എണ്ണ. വലിയ അടവുകൾ, നികുതി ചോർച്ച, തൊഴിലില്ലായ്മ ഇവ ഇന്ത്യയുടെ പ്രധാനമായ വെല്ലുവിളികളാണ്. ഇന്ത്യ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ: ഒരു ഉൽപാദന രാഷ്ട്രമാവുക. ഇന്ത്യയുടെ സേവന മേഖല ശക്തമാണ്. ഭാവിയിൽ നിർമ്മാണ മേഖല, മാനുഫാക്ചറിങ് ശക്തമാക്കാതെ വലിയ കടം കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യ ശ്രദ്ധിക്കേണ്ട മേഖലകൾ: ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ, പ്രതിരോധ നിർമ്മാണം, AI, റോബോട്ടിക്സ്, ഗ്രീൻ എനർജി, ഫാർമസ്യൂട്ടിക്കൽ, നിർമ്മാണം. ഉദാഹരണം, ചൈന ലോകത്തിൻ്റെ ഫാക്ടറിയായി മാറി വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നത് നാം കാണാതെ പോകരുത്. കയറ്റുമതി നാം വൻതോതിൽ വർദ്ധിപ്പിക്കണം. ഇന്ത്യക്ക് വലിയ ആഭ്യന്തര വിപണി ഉണ്ടെങ്കിലും വിദേശ കറൻസി വരുമാനം വർദ്ധിപ്പിക്കണം. ഇന്ത്യക്ക് സാധ്യതയുള്ള മേഖലകൾ: സോഫ്റ്റ്വെയർ എക്സ്പോർട്സ്, ഫാർമ, ഡിഫൻസ് എക്സ്പോർട്സ്, അഗ്രികൾച്ചർ പ്രോസസ്സിംഗ്, റിന്യൂവബിൾ ടെക്നോളജി. ഇവ ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വിദേശ വരുമാനം നേടാൻ കഴിയുകയും വിദേശ കട സമ്മർദ്ദം കുറയുകയും ചെയ്യും. ഏറ്റവും പരമപ്രധാനമായി രാജ്യത്തെ സർവ്വവ്യാപകമായ അഴിമതി കുറയ്ക്കുക. അഴിമതി ഒരു രാജ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ശത്രുവാണ്. സർക്കാർ ചെയ്യേണ്ടത് ഡിജിറ്റൽ ട്രാൻസ്പെറൻസി, സർക്കാർ കരാറുകളുടെ ഓഡിറ്റ്, AI അധിഷ്ഠിത നിരീക്ഷണം, നികുതി ചൂഷണം തടയൽ. അഴിമതി കുറയുമ്പോൾ നികുതി വരുമാനം സ്വാഭാവികമായി ഉയരും. അടുത്തതായി, എണ്ണ ഇറക്കുമതി ആശയം നമ്മുടെ രാജ്യം കുറയ്ക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ വലിയ വിദേശ ചെലവ് എണ്ണ ഇറക്കുമതിയിലാണ്. അതിനാൽ ഇലക്ട്രിക് വെഹിക്കിൾസ്, സോളാർ എനർജി, ഗ്രീൻ ഹൈഡ്രജൻ, പബ്ലിക് ട്രാൻസ്പോർട്ട് നാം ശക്തമാക്കണം. കൂടാതെ കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കണം. കൃഷി ഇന്ത്യയുടെ ഹൃദയമാണ്. എന്നാൽ പല സ്ഥലങ്ങളിലും ഉൽപാദനക്ഷമത വളരെ കുറവാണ്. ആവശ്യമായ മാറ്റങ്ങൾ: ഫുഡ് പ്രോസസ്സിംഗ്, സ്മാർട്ട് ഇറിഗേഷൻ, സ്റ്റോറേജ് സിസ്റ്റംസ്, എക്സ്പോർട്ട് ഓറിയൻ്റൽ ഫാമിംഗ്. കർഷകൻ്റെ വരുമാനം ഉയർത്താൻ രാജ്യത്തിൻ്റെ ആഭ്യന്തര സമ്പദ് ശക്തി ഉയരും.
ജനസംഖ്യയെ ഹ്യൂമാൻ ക്യാപിറ്റലാക്കുക. ഇന്ത്യയുടെ യുവജനസംഖ്യ ലോകത്തിലെ വലിയ ശക്തിയാണ്. എന്നാൽ നമുക്ക് വളരെ ആവശ്യം ഈ ജനസംഖ്യയെ ഒരു കാര്യക്ഷമമായ വിദ്യാഭ്യാസം കൊടുക്കുക, ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, സ്കിൽ ട്രെയിനിങ് കൊടുക്കുക, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, ഓൺട്രപ്രണർഷിപ്പ് സപ്പോർട്ട് നടത്തുക, റിസർച്ച് കൾച്ചർ വളർത്തുക. വിദ്യാഭ്യാസമുള്ള സ്കിൽഡ് ട്രെയിനിങ് തൊഴിൽ ശക്തി രാജ്യത്തിൻ്റെ GDP വേഗത്തിൽ ഉയർത്തും. അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ കടനിയന്ത്രണമാണ്. ഇന്ത്യയുടെ മൊത്തം കടത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കും വലിയ പങ്കുണ്ട്. അതിനാൽ ധനകാര്യ നിയന്ത്രണം, നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപന പരിഷ്കാരം, കാര്യക്ഷമമായ ചെലവ് നിയന്ത്രണം ഇവ നിർണായകമാണ്. അടിസ്ഥാന സ്വകാര്യ നിക്ഷേപം തുടരണം. അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള വികസനത്തിനുള്ള നിക്ഷേപം തുടരണം. റോഡുകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, ഡിജിറ്റൽ നെറ്റ്വർക്കുകൾ, വിമാനത്താവളങ്ങൾ എന്നിവ രാജ്യത്തിൻ്റെ സാമ്പത്തിക രക്തധാരകളാണ്. നല്ല ഇൻഫ്രാസ്ട്രക്ചർ വ്യവസായ വളർച്ച വർദ്ധിപ്പിക്കും, തൊഴിലവസരം സൃഷ്ടിക്കും, നികുതി വരുമാനം വർദ്ധിപ്പിക്കും. കൂടാതെ രൂപയുടെ ശക്തി വർദ്ധിപ്പിക്കണം. വിദേശ നാണയ ആശ്രയം കുറയ്ക്കണം. ഇന്ത്യ ചെയ്യേണ്ടത് റുപ്പി ട്രേഡ് എഗ്രിമെൻറ്റ്സ്, ഫോറിൻ റിസർവ് സ്ട്രെങ്തനിങ്, എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ്. ഇത് വിദേശ സമ്മർദ്ദം കുറയ്ക്കാൻ രാജ്യത്തെ സഹായിക്കും. ദീർഘകാല ദേശീയ സാമ്പത്തിക ദർശനം ഗവൺമെൻറ്റിന് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യക്ക് 25-50 വർഷത്തെ ദേശീയ സാമ്പത്തിക പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം. അതിൽ വീഴ്ച വരുത്തരുത്. ഇത് നിയമം മൂലം ഒരു ഗവൺമെൻറ് തുടരുന്ന പദ്ധതികൾ, നല്ല പദ്ധതികൾ അടുത്ത ഗവൺമെൻറ്റുകൾ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണം. അല്ലാതെ രാജ്യത്തിന് വൻ കടബാധ്യത വരുത്തി തീർത്തുകൊണ്ട് ആ വികസനത്തിൻ്റെ ഫലം ലഭിക്കാതെ പോകരുത്. പ്രധാന ലക്ഷ്യങ്ങൾ: ടെക്നോളജി ലീഡർഷിപ്പ്, എനർജി ഇൻഡിപെൻഡൻസ്, മാനുഫാക്ചറിംഗ് സൂപ്പർ പവർ, AI ഇക്കണോമി, സ്പേസ് ഇക്കണോമി. ഇന്ത്യക്ക് വലിയ ശക്തികളുണ്ട്. ഇന്ത്യയുടെ പ്രത്യേക നേട്ടങ്ങൾ: ലോകത്തിലെ വലിയ യുവജനസംഖ്യ, ശക്തമായ IT മേഖല, വലിയ ആഭ്യന്തര വിപണി, ജനാധിപത്യ സംവിധാനം, വളരുന്ന സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, പ്രധാന സ്ഥാപനങ്ങളായ RP, നീതി ആയോഗ് ഇവയുടെ ദീർഘകാല നയങ്ങൾ ഇന്ത്യൻ എക്കണോമിയെ ശക്തമായി സ്വാധീനിക്കുന്നതാണ്. ഇന്ത്യക്ക് ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ: അഴിമതി, തൊഴിലില്ലായ്മ, ഉൽപാദനക്കുറവ്, അമിത രാഷ്ട്രീയ ജനപ്രിയ പദ്ധതികൾ, എണ്ണ ആശ്രയം, വിദ്യാഭ്യാസ നിലവാരക്കുറവ്. ഇവ നിയന്ത്രിക്കാതെ പോയാൽ നമ്മുടെ നാഷണൽ ഡെപ്റ്റ് സമ്മർദ്ദം വർദ്ധിക്കും. ഇതിനുള്ള യഥാർത്ഥ പരിഹാരം രാജ്യത്തിൻ്റെ ഉൽപാദനശേഷി, സമ്പദ് വ്യവസ്ഥ, കയറ്റുമതി, സാങ്കേതിക ശക്തി എന്നിവ കടത്തേക്കാൾ വേഗത്തിൽ വളർത്തുക എന്നതാണ് പ്രധാന പരിഹാരം. ലളിതമായ സമവാക്യം: ഉൽപാദനം, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, കയറ്റുമതി, അഴിമതി നിയന്ത്രണം, ദീർഘകാല പദ്ധതികളുടെ ആസൂത്രണം. ഇവ ചേർന്നാൽ ശക്തമായ ഒരു ഇന്ത്യക്ക് നിയന്ത്രിക്കാവുന്ന ഒരു ദേശീയ കടത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.